ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഈ ഡിസൈൻ ഒന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. കൊള്ളാമോ കൂട്ടുകാരെ? ഇത് ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എനിക്കങ്ങനെ വരയ്ക്കാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു തരം അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ നോക്കി നോക്കി കോപ്പി അടിച്ച് വരച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് പുള്ളിക്കാരത്തി പെരുന്നാളായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഷോപ്പിൽ പോയി മൈലാഞ്ചിയൊക്കെ മേടിച്ച് വെച്ചു. എനിക്ക് രാത്രി ഇട്ട് തരുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടോ. എന്നിട്ട് ആ കടയിൽ ഫോൺ ഇരിക്കണുണ്ട. യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ തപ്പിയെടുക്കും. എന്നിട്ട് എന്നെയും കൊണ്ട് വരയ്ക്കാൻ അറിയില്ലാത്ത എന്നെയും കൊണ്ട് അങ്ങോട്ട് വരപ്പിക്കും. ഇതായിരുന്നു പുള്ളിക്കാരത്തിയുടെ പണി. അവിടെ കിടക്കണുണ്ട് കുറേ ടിഷ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വരയ്ക്കുമ്പോൾ എവിടെയെങ്കിലും പുള്ളിക്കാരത്തിക്ക് ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിലുണ്ടല്ലോ അപ്പം തന്നെ ടിഷ്യൂ ഉപയോഗിച്ച് മായ്ക്കും കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ ഇട്ട് താട്ടെന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് എൻ്റെ ആ ദിവസത്തെ നൈറ്റ് മൊത്തം അതിൽ ചിലവഴിച്ചെന്ന് തന്നെ പറയാം. അതിൻ്റെ കൂടെ ഞാനും എൻ്റെ കയ്യിലും മൈലാഞ്ചി ഇട്ടിട്ടോ. സാധാരണ ഇതുപോലെ പെരുന്നാളിനൊക്കെയാണ് ഞാനിങ്ങനെ മൈലാഞ്ചിക്ക് ഇടാറുള്ളൂ. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെയുള്ള വീട്ടിലറിയാലോ, അവരിടുമ്പോൾ പിന്നെ അവരുടെ മദറും ഇടും. അതൊരു ആചാരമാണ് ഞങ്ങളുടെ കാസ്റ്റിൽ. പിന്നെ എനിക്കിങ്ങനെ വരയ്ക്കാനൊന്നും അറിയാൻ പാടില്ല കേട്ടോ. പണ്ട് മുതൽ, അതായത് എൻ്റെ ചെറുപ്പം മുതൽ എനിക്കിങ്ങനെ വരച്ചുള്ളൊരു ശീലമല്ല കേട്ടോ. എൻ്റെ പുത്രൻ നന്നായിട്ട് വരയ്ക്കും. അവനൊരു പ്രത്യേക ടാലൻ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു കഴിവില്ല. ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെയുള്ള എൻ്റെ കിച്ചണിലെ ജോലികളൊക്കെയാണ് കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇടിയപ്പം ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉച്ചത്തേക്ക് ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള മസാലയ്ക്കൊക്കെയുള്ള സവാളയൊക്കെ ഞാൻ തൊണ്ട് കളഞ്ഞ് അരിഞ്ഞൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലികളൊക്കെ പകുതി എന്നല്ല മുക്കാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വച്ചത് കൊണ്ട് തന്നെ എനിക്ക് രാവിലെ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് കറിയാക്കിയാൽ മതിയായിരുന്നു. കാര്യം ഇന്ന് പെരുന്നാളാണെങ്കിലും എനിക്ക് രാവിലെ തന്നെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ 29 നോമ്പൊക്കെ പിടിച്ച് നമ്മൾ ഈ ഇടയത്തായൊക്കെ എണീച്ചിട്ട് പിന്നെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങും. പിന്നെ എണീക്കുന്നത് നേരെ ഉച്ചയാവും കേട്ടോ. ഉച്ച മീൻസ് രാവിലെ ഒരു 9 മണി 9:30 വരെ കിടക്കും. അത് കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ അങ്ങനെ ശീലിച്ചതുകൊണ്ട് തന്നെ പെരുന്നാളിന് അതിരാവിലെ എണീക്കാനൊക്കെ ഒരു പ്രയാസമായിരുന്നു കേട്ടോ. ഇത് ഞാൻ ബിരിയാണിക്കുള്ള ചിക്കൻ മസാലയൊക്കെ സെറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതും അപ്പം തന്നെ ഞാൻ ബിരിയാണിക്കുള്ള പണി അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് വേഗം കുളിച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുഴുകി നടക്കാമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കുളി കഴിഞ്ഞ് പിന്നെ വന്ന് ബിരിയാണി ഉണ്ടാക്കൽ അതൊക്കെ ഭയങ്കര ഒരു പാടാണ്. പിന്നെ മേലൊക്കെ മുഷിയുമല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ എൻ്റെ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. ഫ്രൈ മീൻസ് ഡീപ് ഫ്രൈ ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. സാധാരണ ഫ്രൈ ചെയ്തും വയ്ക്കും, ഫ്രൈ ചെയ്യാണ്ടും വയ്ക്കും കേട്ടോ. ഫ്രൈ ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു ഇന്ന് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യപ്രകാരം ആണ് ഞാനിന്ന് ഡീപ് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വയ്ക്കുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ, വേവൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. കാരണം നമ്മൾ റൈസും കൂടി ഇട്ടിട്ടാണ് ഇതിൽ ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരുപാട് വെന്ത് പോകരുത്, അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എല്ലാവരും നേരത്തെ തന്നെ കഴിച്ചായിരുന്നു. എനിക്കിപ്പോൾ എല്ലാം കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കഴിക്കുന്നത്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറിയും ഇടിയപ്പമായിരുന്നു കേട്ടോ. പിന്നെ പുട്ട് തലേന്ന് ഉണ്ടാക്കിയതാണ്. തലേന്ന് നോമ്പ് തുറക്കുന്ന ടൈമിൽ ഞാൻ പുട്ടാട്ടോ ഉണ്ടാക്കിയത്. ചിരട്ടപ്പുട്ടാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ട് ഇവിടെ എല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, ആർക്കും പുട്ടിനോട് പ്രിയമല്ല. ഇവിടെ പിള്ളേരെയൊക്കെ ഞാൻ പുട്ടുറുമീസേ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, ഞാൻ ഡെയിലി ഉണ്ടാക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മഹായുദ്ധം തന്നെ നടക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പിന്നെ ഞാൻ പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്കായിട്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പപ്പടവും വിസ്കിക്കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പുറത്തേക്കൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ നേരെ പോയി പെരയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. മൊത്തത്തിൽ ക്ലീൻ ചെയ്തൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് മുഷിയണ ഭാഗങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും നമ്മൾ നടക്കുന്ന ഭാഗങ്ങൾ, അതായത് ഹോള്, സിറ്റ് ഔട്ട്, കിച്ചൺ, അവിടെയൊക്കെ എപ്പോഴും പെട്ടെന്ന് മുഷിയും. അപ്പോൾ ആ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കണേ കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാം കേട്ടോ. പിള്ളേരും ഹസ്ബൻഡൊക്കെ കഴിക്കാനായിട്ട് വന്നു. മോളാട്ടോ ആദ്യം വന്നിരുന്നു ഫുഡ് കഴിച്ചത്. കാരണം അവൾക്ക് എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം ഭയങ്കര വിശപ്പായിരുന്നു ആൾക്ക്.
അങ്ങനെ വന്നിരുന്ന് കഴിച്ചു, ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ്റെ കുറച്ച് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സാലഡ്, അച്ചാർ, പപ്പടം, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഫുഡ്. എൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ മസാല ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വേവുന്ന റൈസ് ആയതുകൊണ്ട് തന്നെ ആ കറിയുടെ ചാറൊക്കെ അതിലിങ്ങനെ പിടിച്ച് നല്ല മിക്സ് ആയിട്ടിരിക്കും കേട്ടോ. എനിക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല കറിയിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന റൈസ് ആയിരിക്കണം, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീട്ടിലൊന്ന് പോകാം കേട്ടോ, പിള്ളേരെയും കൂട്ടി ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനൊന്ന് പോകാണ്. അപ്പോൾ അതേ ഞാൻ കിച്ചണിൽ നിന്നിട്ട് എൻ്റെ ഷൂസ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന സീനറി ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത ഒരു വെസ്റ്റേൺ മോഡൽ ടോപ്പും പാൻറ്റും കേട്ടോ. ഇതെനിക്ക് ചേരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ദേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്. പിന്നെ അതേ എൻ്റെ മോള് സിസ്റ്ററിൻ്റെ മോളായിട്ട് അവിടെ എന്തൊക്കെയോ സംസാരിച്ച് കളിച്ച് അങ്ങനെ ഇരിക്കാം കേട്ടോ. പിന്നെ ഉമ്മ ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നട്ടിട്ടുണ്ട്, അതൊക്കെ എന്നെ വിളിച്ച് നിർത്തി കാണിച്ചു തരാൻ കേട്ടോ. അതേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ചെടിയാടിയത്, ഇവിടെ നിന്ന് കിട്ടിയ ചെടിയാടി എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുകയാണ്. നിൻ്റെ കയ്യിലുണ്ടോടി, നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് താട്ടടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടോ. പിന്നെ ഉമ്മ വന്നിട്ട് ചായയൊക്കെ എടുത്ത് തന്നു, ബനാന ഫ്രൈയും മുട്ട ബജി അങ്ങനെയൊക്കെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അതേ ഉമ്മ എടുത്തുകൊണ്ട് വന്നൊരു സാധനം കേട്ടോ, സൺഫ്ലവർ സീഡ്. അപ്പം എനിക്കിത് സൺഫ്ലവർ സീഡായിട്ട് ഞാൻ പണ്ടെങ്ങോ കണ്ടതാണ്, സൺഫ്ലവറിൻ്റെ സീഡ് വിത്ത് ചെടിയുടെ. അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞതാണ്, അത് സൺഫ്ലവർ സീഡായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വിത്തുണ്ട്, അതിങ്ങനെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തി ആട്ടോ. പിന്നെ അതേ അവിടെ പിള്ളേർ പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ അതേ സന്ധ്യയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഇനി ഞങ്ങൾ പോവാണ്. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഈ വർഷത്തെ വലിയ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.